അറ്റകുറ്റപ്പണികൾക്കായി അടച്ച അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പൊതുശ്മശാനം വീണ്ടും പ്രവർത്തനസജ്ജമായി. ശ്മശാനവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവിധ പ്രശ്നങ്ങൾ അറ്റകുറ്റപ്പണികളിലൂടെ പരിഹരിച്ചതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. 2 മാസങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂമൻപാറയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചത്. 1 മാസത്തിനുള്ളിൽ പണികൾ പൂർത്തീകരിച്ച് ശ്മശാനം വീണ്ടും തുറന്നു നൽകുമെന്നായിരുന്നു പഞ്ചായത്ത് അന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ പണികൾ നീണ്ടതോടെ ശ്മശാനം തുറക്കുന്നതും വൈകി. ഇതിനെതിരെ പ്രതിഷേധവും രൂപം കൊണ്ടു. പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നതിനിടയിലാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ശ്മശാനം വീണ്ടും പ്രവർത്തന സജ്ജമാക്കിയത്. ശ്മശാനവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവിധ പ്രശ്നങ്ങൾ അറ്റകുറ്റപ്പണികളിലൂടെ പരിഹരിച്ചതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനമായ ക്രിമിറ്റോറിയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അടച്ചിട്ടുകൊണ്ടുള്ള മെയിൻ്റനൻസ് വർക്കുകൾ നടന്നു വരികയായിരുന്നു. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മുഖേനയാണ് പഞ്ചായത്ത് അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ പൂർത്തീകരിച്ചത്. ഏകദേശം 30 ലക്ഷം രൂപയോളം മുടക്കിയാണ് ഇതിൻ്റെ ഗ്ലോവർ ഉൾപ്പെടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് ചിമ്മിനി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായത്. ഈ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത് മറ്റ് പഞ്ചായത്തുകൾക്കൊക്കെ സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കുന്നുള്ള സാഹചര്യം ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ടെന്ന് കൂടി അറിയിക്കുകയാണ്. 28 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുള്ളത്. കോട്ടയം ആസ്ഥാനമായുള്ള കമ്പനിയാണ് നവീകരണ ജോലികൾ നടത്തിയത്. അടിമാലിയിൽ നിന്നും മാത്രമല്ല, അടിമാലിയുടെ സമീപ മേഖലകളിൽ നിന്നും സ്വന്തമായി വീടും ഭൂമിയും ഇല്ലാത്തവരും അങ്ങേയറ്റം നിർധനരായവരുമൊക്കെ ഉറ്റവർ മരിച്ചാൽ കൂമൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി. വളകോട് കുവലേറ്റം കോട്ടമല റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി. ഉപ്പുതറ പഞ്ചായത്തും ഏലപ്പാറ പഞ്ചായത്തും ചേരുന്ന ഭാഗമാണ് തകർന്ന വൻകുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഉപ്പുതറ പഞ്ചായത്തിന്റെ 1-ാം വാർഡിൽപ്പെട്ട 1 കിലോമീറ്റർ ദൂരത്താണ് വലിയ കുളങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്.